സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നു. ഷിഗല്ലയ്ക്കൊപ്പം മലേറിയ, ഡെങ്കിപ്പനി എന്നിവ പടർന്നു പിടിക്കുന്നതും ആശങ്കയ്ക്ക് കാരണമാവുകയാണ്. നിപ്പ ഭീതിയും വർദ്ധിക്കുമ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ ഈ ജാഗ്രതക്കുറവ്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായതിനു പിന്നാലെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ദിനംപ്രതി വിവിധതരം പനികൾക്കായി ചികിത്സ തേടുന്നത് പതിനായിരക്കണക്കിന് രോഗികളാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പ് നടപ്പാക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുകയാണ്. രോഗങ്ങൾ പടരാതിരിക്കാൻ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മാത്രം വിവിധതരം പനികൾ മൂലം 13,196 രോഗികളാണ് ചികിത്സ തേടിയത്. തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 1000-ലധികം രോഗികൾക്കാണ് പനി ബാധിച്ചത്. ഇതിനു പുറമെ ആശങ്ക പരത്തിക്കൊണ്ട് ഷിഗല്ലയും, ഡെങ്കിപ്പനിയും, മലേറിയയും പടരുകയാണ്. 157 പേർക്കാണ് കഴിഞ്ഞ ദിവസം വരെ ഷിഗല്ല രോഗം ബാധിച്ചത്. ഡെങ്കിപ്പനിയും വർദ്ധിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. 52 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. എലിപ്പനി ബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. 11 പേർക്കാണ് എലിപ്പനി ബാധിച്ചത്. മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 22 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. നിപ്പ ഭീതി അടക്കം പിടിമുറുക്കുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഏകോപനക്കുറവും ജാഗ്രത ഇല്ലായ്മയും ആശങ്ക വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ ജാഗ്രത കുറവ് തന്നെയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് കാരണമാകുന്നതെന്ന വിമർശനവും ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം.